സഞ്ചാരത്തിന്റെ 40 പേർ അടങ്ങിയ ഒരു ഗ്രൂപ്പ് കംബോഡിയയിലെ സിയം റീപ്പ് നഗരത്തിലൂടെ കാഴ്ചകൾ കണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കംബോഡിയൻ കാഴ്ചകളും കണ്ടുകഴിഞ്ഞു. ഇന്ന് യാത്രയുടെ അവസാന ദിവസമാണ്. കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി ഓഫീസും മറ്റുമാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ. വഴിയോരങ്ങളിലെ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ പോവുകയാണ്. റെസ്റ്റോറന്റുകളും ഹോട്ടലുകളുമൊക്കെ ധാരാളം. ഞങ്ങൾ കംബോഡിയയിൽ മിനിഞ്ഞാന്ന് വൈകിട്ടാണ് വന്നത്. 2 ദിവസം കംബോഡിയൻ കാഴ്ചകളിലൂടെ സഞ്ചരിച്ചു. മനോഹരമായ തൊടികൾക്കുള്ളിലെല്ലാം റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഹോം സ്റ്റേയും ഒക്കെയാണ് കാണുന്നത്. ടൂറിസത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു നഗരം തന്നെയാണ് സിയം റീപ്പ്. അങ്കോർ വാട്ട് എന്ന ക്ഷേത്രമാണ് പ്രധാന കാഴ്ച. കൂടാതെ നിരവധി പുരാക്ഷേത്രങ്ങളും ബുദ്ധ മൊണാസ്ട്രികളുമെല്ലാമുള്ള നഗരമാണിത്. പോൾപോട്ടിന്റെ കിരാത ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളും ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് ഫ്രഞ്ച് ശൈലിയിലുള്ള നിരവധി കെട്ടിടങ്ങൾ കാണാം. ഫ്രഞ്ചുകാർ ദീർഘകാലം കംബോഡിയ ഭരിച്ചിരുന്നു. അന്ന് ഫ്രഞ്ച് ശൈലിയിലുള്ള ധാരാളം കെട്ടിടങ്ങൾ ഈ നഗരത്തിൽ ഉയർന്നു. ഇത് സിയം റീപ്പിലെ ചന്തയാണ്. ഇതിന്റെ എതിർവശത്ത് ഒരു നൈറ്റ് മാർക്കറ്റുമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ സംഘത്തിലുള്ളവർ ഇവിടെ ഷോപ്പിങ്ങിന് വന്നിരുന്നു. വലിയൊരു മാർക്കറ്റ് ഏരിയയാണ് സിയം റീപ്പിലേത്. അതിൽ ടൂറിസ്റ്റുകൾക്കുള്ള ഭാഗങ്ങളുണ്ട്. നാട്ടുകാർ പലവ്യഞ്ജനങ്ങൾ വാങ്ങാൻ വരുന്ന ഭാഗവുമുണ്ട്. പല തെരുവുകളിലേക്ക് നീണ്ടുകിടക്കുന്ന മാർക്കറ്റ്. അതും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങും. കഴിഞ്ഞ 12 ദിവസം കൊണ്ട് സംഘത്തിലുള്ള എല്ലാവരും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു. ബസ് ഇവിടുത്തെ ആർട്ടിസാൻസ് അങ്കോർ എന്ന വലിയൊരു കേന്ദ്രത്തിലേക്കെത്തി. അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും നമ്പറുള്ള ഓരോ ബാഡ്ജ് തരും. അത് വസ്ത്രത്തിൽ കുത്തണം. വലിയൊരു ക്യാമ്പസാണ് ആർട്ടിസാൻസ് അങ്കോർ. ഒരു കലാ സാംസ്കാരിക കേന്ദ്രമാണ്. കലാകാരന്മാരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രമെന്നും പറയാം. കംബോഡിയയിലെ തന്നെ വലിയൊരു കരകൗശല കേന്ദ്രം. നെയ്ത്ത് മുതൽ കല്ലിലും തടിയിലുമൊക്കെ ശില്പവിദ്യയും പെയിന്റിങ്ങുകളുമെല്ലാം ഇവിടെ നടക്കുന്നു. 1992 പ്രവർത്തനം ആരംഭിച്ചതാണ് ഇത്. സന്ദർശകർക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. ഇത് ടൈ ആൻഡ് ഡൈ എന്ന ടെക്നോളജിയിൽ നിറം മുക്കാനുള്ള തയ്യാറെടുപ്പാണ്. നൂലുകൾ ഇങ്ങനെ കെട്ടിവെച്ച് ചായം മുക്കിയെടുക്കുന്ന ഒരു ടെക്നോളജിയാണത്. ഒരു പ്രത്യേക ഡിസൈനിൽ വേണം നൂലുകൾ കെട്ടാൻ. അങ്ങനെ കെട്ടി ചായം മുക്കി ഒരുതരം ഷോളാണ് ഇവർ ഉണ്ടാക്കുന്നത്. ടൈ ആൻഡ് ഡൈ പ്രകാരം നിറം പിടിപ്പിച്ച നൂലുകൾ കൊണ്ട് നെയ്ത് ഷോളുകൾ ഉണ്ടാക്കുന്നു. കൂടാതെ സാധാരണ തറിയിൽ തുണി കൈകൊണ്ട് നെയ്തെടുക്കുന്നുമുണ്ട്. ലോകത്തെവിടെയും കൈത്തറിയുടെ പ്രവർത്തനം ഈ രീതിയിലാണല്ലോ. ഊടും പാവും ഓടം പായക്കലുമെല്ലാമുണ്ട്. വലിയൊരു പ്രദേശമാകെ ഇത്തരം കുറേ കെട്ടിടങ്ങളാണ്. അതിൽ ധാരാളം കലാകാരന്മാർ ഇരുന്ന് പണിയെടുക്കുന്നുമുണ്ട്. ചിലർ ചെറിയ ശില്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. ബുദ്ധശില്പങ്ങളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പുരാണ കഥാപാത്രങ്ങളും ഉണ്ടാകും. പരമ്പരാഗത ഖമർ കരകൗശല വിദ്യ സംരക്ഷിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും വേണ്ടി സ്ഥാപിതമായതാണ് ആർട്ടിസാൻസ് അങ്കോർ. ആഭ്യന്തര യുദ്ധവും പോൾപോട്ടിന്റെ ഭരണവും മറ്റുമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു 90കളുടെ അവസാനം വരെ കംബോഡിയ. നിരവധി പേർക്ക് തൊഴിൽ ഇല്ലാതെയായി. ഒട്ടേറെ ആളുകൾക്ക് കുടുംബം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളിലെ കലാകാരന്മാരെ പുനരധിവസിപ്പിക്കുന്ന കേന്ദ്രമായാണ് ഈ സെന്റർ ആരംഭിക്കുന്നത്. അവരുണ്ടാക്കുന്നതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ കൂടി സൗകര്യമൊരുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത്. ആനപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ശില്പം ഇവിടെ പണി പാതി പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടു വരുന്നതെന്ന് പല ഘട്ടങ്ങളായി നമുക്ക് ഇവിടെ കാണാനാവും. പണി പൂർത്തിയാകുമ്പോൾ ആനപ്പുറത്തിരിക്കുന്നയാളുടെ ശില്പം ഈ വിധമായിരിക്കും. കൊത്തുപണികളൊക്കെ കൂടുതലും കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപൂർവം ചില ചെറിയ യന്ത്രോപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ശില്പങ്ങൾ മാത്രമല്ല, 1.5 ആൾ പൊക്കമുള്ള ശില്പങ്ങളും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാം പൂർണ്ണത അപാരമാണ്. ഇത്തരം ശില്പവിദ്യകൾ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രവും ഇവിടെയുണ്ട്. തടിയിൽ ഒരു ആന രൂപപ്പെടുകയാണ്. പെയിന്റിങ്ങുകളുടെ ഒരു ലോകമാണ് വേറൊരു ഭാഗത്ത്. സാധാരണ പെയിന്റിങ്ങുകൾ മാത്രമല്ല, മറ്റു പല ടെക്നോളജിയും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്.
12-13 നൂറ്റാണ്ടുകളിലെ ഖമർ ശില്പവിദ്യയും ചിത്രകലയും സംരക്ഷിച്ചു നിലനിർത്തുകയാണ് ഈ സെന്ററിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ടൈലുകളിൽ നടത്തുന്ന പെയിന്റിംഗ്, ശില്പങ്ങൾ, ദേവസുന്ദരിമാരും ബുദ്ധനുമെല്ലാം ശില്പങ്ങൾക്ക് വിഷയമാണ്. പല ഘട്ടങ്ങളിലാണ് പണികൾ നടക്കുന്നത്. വലിയൊരു സംരംഭമാണ് ആർട്ടിസാൻസ് അങ്കോർ. തുണിനെയ്ത്തിനുള്ള നൂലുണ്ടാക്കാൻ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്ന വലിയൊരു ഫാം മുതൽ വലിയ പരിശീലന കേന്ദ്രങ്ങൾ വരെ ഈ ക്യാമ്പസിന് പുറത്തുണ്ട്. ശിലാപാളുകളിൽ കൊത്തുപണികൾ നടത്തുന്ന ചിലർ അങ്കോർ ക്ഷേത്രത്തിലും മറ്റും കാണുന്ന തരം ശില്പങ്ങളാണ്. വേറൊരു ഭാഗത്ത് 2 പേർ ചേർന്ന് ഒരേ ശില്പം പൂർത്തിയാക്കുന്ന കാഴ്ചയുണ്ട്. തടിയിലും കല്ലിലും ലോഹത്തിലുമെല്ലാം കൊത്തുപണികൾ നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രധാന കെട്ടിടം. അതിനകത്താണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. പണിശാലയിൽ നിർമ്മിച്ച ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ പ്രദർശിപ്പിക്കുന്നത് ഇവിടെയാണ്. പ്രൊഫഷണലായി നല്ല ലൈറ്റിങ്ങും നല്ല ആംബിയൻസുമായി സെറ്റ് ചെയ്ത എയർ കണ്ടീഷൻഡ് ഷോറൂം. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന സുന്ദരിമാരായ പെൺകുട്ടികൾ വരെ വളരെ പ്രൊഫഷണലാണ്. പണിയുന്നിടത്തെ അമച്ചറിസം ഇവിടെയില്ല. വിദേശികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. ഇവിടെ മാത്രമല്ല ഇവരുടെ ഉൽപാദന കേന്ദ്രം, മറ്റു പലയിടത്തുമുണ്ട്. ഹെഡ് ഓഫീസും പ്രധാന പണിശാലയും ഇവിടെയാണെന്ന് മാത്രം. അങ്കോർ വാറ്റ് ഉൾപ്പെടെയുള്ള പുരാനിർമ്മിതികളുടെ പുനരുദ്ധാരണത്തിലും ഇവിടുത്തെ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നല്ല വിലയാണ്. ആ വില ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് വിദേശികളും മടി ഏതുമില്ലാതെ പണം മുടക്കുന്നുണ്ട്. വീടുകളെ അലങ്കരിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഇവിടെ കാണാം. മലയാളികൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് അധികമൊന്നും ഷോപ്പ് ചെയ്യാറില്ല. വിലപിടിച്ച സാധനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും. ഞങ്ങൾ അധികം സമയം അവിടെ ചെലവഴിച്ചില്ല. ആർട്ടിസാൻസ് അങ്കോറിൽ നിന്നിറങ്ങി. ഫ്രഞ്ച് ശൈലിയിലുള്ള നിരവധി കെട്ടിടങ്ങൾ ഈ ഭാഗത്തും യാത്രയിൽ കാണാം. നഗരമാണെങ്കിലും മരക്കൂട്ടങ്ങൾക്കിടയിൽ ഓലകൊണ്ടു മേഞ്ഞ കെട്ടിടങ്ങളും കോഫി ഷോപ്പുകളും. 1-2 ആഴ്ച ശാന്തമായി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് സിയം റീപ്പ്. പുരാനഗരം എന്നതു മാത്രമല്ല പ്രത്യേകത. ടൂറിസ്റ്റുകളായി വന്ന് ദിവസങ്ങളോളം താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ബസ് ഇപ്പോൾ ഒരു ബുദ്ധവിഹാരത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രിയ പ്രോംറോത്ത് എന്ന മൊണാസ്ട്രിയാണിത്. അതിമനോഹരമായ ഒരു ക്യാമ്പസ്. ഒരു മൊണാസ്ട്രിയും പഗോഡയുമുണ്ട് ഇതിൽ. വളരെ കളർഫുള്ളായി പെയിന്റ് ചെയ്ത ക്ഷേത്ര മതിൽക്കെട്ട് തന്നെ ആകർഷകമാണ്. ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിതമായതിനെപ്പറ്റി ഒരു കഥയുണ്ട്. പ്രിയാങ് ചോങ് ഹാൻഹോയ് എന്നൊരു സന്യാസി വസിച്ചിരുന്നു ഇവിടെ. ഭിക്ഷ തേടി അന്നത്തെ കംബോഡിയയുടെ തലസ്ഥാനമായ ലോങ് ബെക് വരെ അദ്ദേഹം ഒരു ബോട്ടിൽ സഞ്ചരിക്കും. ഒരു യാത്രക്കിടെ സ്രാവുകൾ അദ്ദേഹത്തിന്റെ ബോട്ട് തകർത്തുവെന്നും ആ ബോട്ടിന്റെ ഒരു ഭാഗം കൊണ്ട് സന്യാസി ഒരു ബുദ്ധശില്പം ഉണ്ടാക്കിയെന്നുമാണ് കഥ. ആ ശില്പം കണ്ടെടുത്ത സ്ഥലത്താണ് ഈ പഗോഡ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ക്ഷേത്രം ഇതാണ്. അതിനു ചുറ്റോടു ചുറ്റും ഒരു ഗാലറിയുണ്ട്, പെയിന്റിംഗ് ഗാലറി. അതിൽ മുഴുവൻ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വരച്ചു വച്ചിരിക്കുന്നത്. അത് ഒരു ചുറ്റമ്പലം പോലെ അങ്ങനെ നിൽക്കുന്നു. ആ കാഴ്ചകൾ കണ്ട് അതിലൂടെ ഞാൻ നടന്നു. ബുദ്ധന്റെ ജീവിതത്തിലെ പല പല സംഭവങ്ങൾ. ഈ സംഭവങ്ങളിൽ മിക്കതും നടന്നത് നമ്മുടെ ഭാരതത്തിലാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി. അതിനകത്ത് വലിയൊരു ബുദ്ധപ്രതിമയാണ് പ്രധാന കാഴ്ച. ഒരു സ്വർണ്ണ പ്രതിമ. വേറെ ഒന്ന് ശയിക്കുന്ന ബുദ്ധന്റെ പ്രതിമയാണ്. 400 വർഷത്തെ പഴക്കമുണ്ട് അതിന്. ചെറുതും വലുതുമായ വേറെയും ധാരാളം പ്രതിമകളുണ്ട്. ക്ഷേത്രത്തിന്റെ പുറത്തേക്കിറങ്ങുമ്പോൾ ഈ ക്യാമ്പസിന്റെ മനോഹാരിത ആരെയും ആകർഷിക്കും. സ്വർണ്ണ സ്തൂപങ്ങളൊക്കെയായി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ക്യാമ്പസ്. നിരവധി ചെറു സ്തൂപങ്ങൾ. പ്രിയാങ് ചോങ് ഹാൻഹോയ് സന്യാസി ഭിക്ഷ തേടി സഞ്ചരിച്ചിരുന്ന ബോട്ടിന്റെ ശില്പമാണിത്. ആ സന്യാസിയാണല്ലോ ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിതമാകാൻ കാരണമായത്. ഇങ്ങനെ ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ സ്രാവുകൾ ആക്രമിച്ചതും ബോട്ട് തകർന്നതും.
ആ ബോട്ടിന്റെ കഷ്ണം കൊണ്ടാണ് ശയനബുദ്ധ പ്രതിമ നിർമ്മിച്ചത്. ആങ് ചാൻ എന്ന ഖമർ രാജാവാണ് ഈ മൊണാസ്ട്രിയും പഗോഡയും വിപുലമാക്കിയതെന്നാണ് ചരിത്രം. 1940കളിലാണ് മൊണാസ്ട്രി ഇന്ന് കാണുന്ന വിധം മനോഹരമാക്കിയത്. അക്കാലത്ത് ധാരാളം സന്യാസിമാർ ഇവിടെ വസിച്ചിരുന്നു. 1952 മുതൽ പ്രവർത്തിക്കുന്ന ഒരു പാഠശാലയും ഇവിടെയുണ്ട്. ബുദ്ധസന്യാസിമാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്ന കെട്ടിടങ്ങളൊക്കെ, മൊണാസ്ട്രി കെട്ടിടങ്ങൾ. വലിയൊരു ക്യാമ്പസാണിത്. എവിടെയുമുണ്ട് പൂത്തു നിൽക്കുന്ന ചെടികൾ. ഉദ്യാനവും ശില്പങ്ങളും അലങ്കാരപ്പണികളുമെല്ലാം കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നു എല്ലായിടവും. കംബോഡിയയിലെ ഏറ്റവും പ്രബലമായ ബുദ്ധിസ്റ്റ് സന്യാസിമാരുടെ കമ്മ്യൂണിറ്റിയുള്ള ഒരിടമാണ് ഇന്ന് ഇവിടെയുള്ള മൊണാസ്ട്രി. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന സന്യാസിമാരാണവർ. ഒരു ലോക്കൽ സ്കൂൾ, കമ്മ്യൂണിറ്റി സെന്റർ, ചികിത്സാലയം എന്നിവ അവർ നടത്തുന്നുമുണ്ട്. ബുദ്ധധർമ്മവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും സെമിനാറുകളും ഇവിടെ പതിവായി നടക്കാറുമുണ്ട്. ഇവിടെ കഴുകൻ ഒരു മൃതദേഹം കൊത്തിവലിക്കുന്നതൊക്കെ സിമന്റ് പ്രതിമയായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. യാത്ര തുടരണം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99544422. ബസ്സിൽ കയറി യാത്ര തുടരുമ്പോൾ പുറത്ത് കാണുന്നതൊക്കെ ഫ്രഞ്ച് കാലഘട്ടത്തിലെ കെട്ടിടങ്ങളാണ്. 2 നിലയുള്ള ഇത്തരം കെട്ടിടങ്ങൾ മാത്രമായിരുന്നു ഈ നഗരത്തിലുണ്ടായിരുന്നത്. 60കളിലും 70കളിലുമൊക്കെ പണിത കെട്ടിടങ്ങളാണ്. ഇതിവിടുത്തെ ചന്തയാണ്. ചന്തയിലൊന്നിറങ്ങി കുറച്ചുനേരം കാഴ്ചകൾ കാണാനുള്ള അവസരം എല്ലാവർക്കും കൊടുത്തു. ഞാനും ഇറങ്ങി. ഇതുവഴിയൊക്കെ ഇന്നലെ രാത്രി വന്നതാണ്. എങ്കിലും പകൽ നേരത്ത് ഇപ്പോൾ ചന്തയിൽ കൂടിയൊന്ന് നടക്കാം. അരമണിക്കൂർ നേരം. എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. കരകൗശല വസ്തുക്കളും പെയിന്റിങ്ങുകളും ഒക്കെയുണ്ട്. സിയം റീപ്പിൽ വരുന്ന ടൂറിസ്റ്റുകൾ പകൽ നേരത്ത് അങ്കോർ വാട്ട് ക്ഷേത്രം കാണാൻ പോകും. വൈകുന്നേരമാണ് അവർ ഇവിടേക്ക് വരിക. ഓടിട്ട വലിയ നെടുമ്പുര. അത്തരം കുറെ കെട്ടിടങ്ങൾ അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അതിനകത്ത് വീട്ടുസാധനങ്ങളാണ് വിൽപ്പന. ഉണക്ക ഇറച്ചിയും പച്ച ഇറച്ചിയുമെല്ലാമുണ്ട്. കൗതുകകരമായ കാര്യം ഇറച്ചി വെട്ടി വിൽക്കുന്നതൊക്കെ സ്ത്രീകളാണെന്നതാണ്. മുസ്ലിം സ്ത്രീകളാണ് ഇവിടെ ഇറച്ചി കച്ചവടക്കാർ. അവർ ഇറച്ചി മുറിച്ച് തൂക്കി ആവശ്യക്കാർക്ക് വിൽക്കുന്നു. അവരാണ് കട നടത്തുന്നത്. ഇറച്ചിക്കടകൾ മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെ കുത്തകയാണിവിടെ. നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെയൊരു കാഴ്ച കാണാനാവില്ല. മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഇറച്ചി മുറിക്കുന്നതും തൂക്കുന്നതും വിൽക്കുന്നതുമൊക്കെ. ഈ ചന്തയ്ക്കകത്ത് ഇറച്ചിക്കച്ചവടം നടത്തുന്നവരിൽ കൂടുതലും മുസ്ലിം സ്ത്രീകളാണ്. അവർ വളരെ സൗഹൃദപൂർവ്വം ആളുകളോട് സംസാരിച്ച് ഇറച്ചി മുറിച്ച് തൂക്കിക്കൊടുക്കുന്നു. പച്ചക്കറികളുടെ കടകളുമുണ്ട് ഇവിടെ. അവിടെയും കച്ചവടക്കാരായി സ്ത്രീകളുണ്ട്. വേഷം കൊണ്ട് മുസ്ലിങ്ങളല്ലെന്ന് തോന്നുന്ന ചില സ്ത്രീകളും ഇറച്ചി കച്ചവടം നടത്തുന്നുണ്ട്. അവർ ഏതാനും പേരേയുള്ളൂ. ഞാൻ ആ ചന്തയ്ക്കകത്തുകൂടി കുറേ നേരം നടന്നു. വേറൊരു ഭാഗത്ത് അരിക്കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് കംബോഡിയയിൽ ഇത്രയേറെ അരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പല നിറത്തിലുള്ള അരി. ബ്രൗൺ, കറുപ്പ്, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളെല്ലാമുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരം അരിയുമുണ്ട്. അതിൻ്റെയൊക്കെ പേര് എഴുതി വച്ചിരിക്കുന്നു. ബ്ലാക്ക് സ്റ്റിക്കി റൈസാണ് ഇവിടെ. ചുവന്ന അരിയും ബ്രൗൺ അരിയും. വേറൊരിടത്ത് കുറേ സാധനങ്ങൾ ഒരു ഉന്തുവണ്ടിയിൽ വെച്ച് വിൽക്കുന്നുണ്ട്. കക്കയാണ്. പലതരം കക്കകൾ. കക്കയെ ഉപ്പും മുളകുമൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് മാംസമെടുക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചന്തയുടെ പുറത്ത് ഫ്രഞ്ചുകാരുടെ കാലത്തെ ഒരു തെരുവാണ്. മനോഹരമായ ഒരു തെരുവ്. ഇവിടെ മോദിജീസ് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നൊരു റെസ്റ്റോറന്റ് കണ്ടു. അതുപോലുള്ള പല ഇന്ത്യൻ റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. ലോട്ടസ് ദോശ കോർണർ, സിയം റീപ്പ്. അതും ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റാണ്.
ഞാൻ ലോട്ടസ് ദോശ കോർണർ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നു. എനിക്കൊരു ദോശ കഴിക്കണമെന്നൊരു തോന്നൽ. അകത്ത് ആളുകൾ അധികമൊന്നുമില്ല. ഇതിന്റെ ചുവരുകളിൽ മുഴുവൻ 2 യാത്രക്കാരുടെ ഫോട്ടോകളാണ്. ലോകത്തെ വിവിധ നഗരങ്ങളിലെ ചരിത്ര സ്ഥലങ്ങളിലെല്ലാം പോയി നിന്ന് അവർ ഫോട്ടോ എടുത്തിരിക്കുന്നു. മൻമോഹൻ സിംഗിന്റെ അടുത്തും കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന മാർട്ടിൻ ബ്രിയാനൊപ്പവുമെല്ലാം നിന്ന് 2 ചെറുപ്പക്കാർ ഫോട്ടോ എടുത്തിരിക്കുന്നു. ഞാൻ ആ ചെറുപ്പക്കാരെക്കുറിച്ച് അന്വേഷിച്ചു. ആർ ജ്ഞാനശേഖരൻ എന്ന ഒരു തമിഴനും ശ്രീനിവാസ റാവു എന്ന തെലുങ്കനുമാണ് കക്ഷികൾ. 2 സുഹൃത്തുക്കളാണ്. അവർ ചേർന്ന് നടത്തിയ ലോകയാത്രയുടെ ഫോട്ടോകളാണ് ഇതെല്ലാം. അതിലെ ജ്ഞാനശേഖരൻ്റേതാണ് ഈ റെസ്റ്റോറന്റ്. റോബർട്ട് മുഗാബയ്ക്കൊപ്പമുള്ള ചിത്രം. ലോകത്തിലെ ഒട്ടുമുക്കാലും രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചതിന്റെ തെളിവുകൾ. ഇവർ നമ്മളെ കടത്തിവിട്ടിയിരിക്കുന്നു. കടുവയെ കിടുവ പിടിച്ചതുപോലെയായി. ഇവർ പോകാത്ത രാജ്യങ്ങളില്ല. അവിടെ നിന്നിറങ്ങി അടുത്തു തന്നെ ഒരു ശരവണ ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടു. അവിടെയും കയറി ചെന്നു. ഇവിടെയാണ് നമ്മുടെ സഞ്ചാരം ടീം ലഞ്ച് കഴിക്കാൻ കയറിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഫുഡ് കൊടുക്കാമെന്ന് ഇവർക്ക് ഓഫർ നൽകിയിരുന്നു. എല്ലാവരും ഇന്ത്യൻ ഫുഡ് കഴിച്ചു. ഇത് മലയാളികൾ നടത്തുന്ന റെസ്റ്റോറന്റാണ്. ഇവരാണ് നടത്തിപ്പുകാർ. ഇത് പ്രദീപ്. തൃശൂർ തൃപ്രയാർ സ്വദേശിയാണ് ഇദ്ദേഹം. പ്രദീപും കുടുംബവുമാണ് ഹോട്ടൽ നടത്തുന്നത്. പുറകിൽ നിൽക്കുന്നത് പ്രദീപിന്റെ ചേട്ടന്റെ മകനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കംബോഡിയക്കാരിയായ സുന്ദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റിന്റെ മുന്നിൽ തന്നെ ഒരു ആനയുടെ ശില്പമുണ്ട്. ആനയുടെ തുമ്പിക്കൈയിൽ നാട്ടുകാർ കൊണ്ടുപോയി പൂക്കൾ അർപ്പിച്ചിരിക്കുന്നു. താമരയും മുല്ലമുട്ടുമാലയും ഒക്കെയുണ്ട്. ആനയെയും ഇവർ ആരാധിക്കും. ഇന്ത്യക്കാരുടെ ഏതാണ്ട് എല്ലാ സ്വഭാവവും ഇവർക്കുമുണ്ട്. ഇന്ത്യൻ സംസ്കാരമാണല്ലോ കംബോഡിയയിലും പടർന്നു കിടക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇനി മടങ്ങുകയാണ്. എയർപോർട്ടിലേക്കാണ് പോകുന്നത്. കംബോഡിയയിലൂടെയുള്ള യാത്ര അവസാനിക്കുകയാണ്. വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് മടങ്ങണം. ഈ നഗരത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കംബോഡിയയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പൗരാണിക കാലത്ത് ഇന്ത്യൻ വംശജനായ ഒരു ബ്രാഹ്മണനിലൂടെയാണ് ഇന്ത്യൻ സംസ്കാരം കംബോഡിയയിലേക്ക് വ്യാപിച്ചതെന്നാണ് ഒരു വിശ്വാസം. കാംബോജ വംശജനായിരുന്ന അയാൾ ഖമർ രാജവംശത്തിലെ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അതോടെ കാംബോജ രാജവംശം സ്ഥാപിതമായി. മഹാഭാരതത്തിൽ പറയുന്ന കാംബോജ രാജ്യം കംബോഡിയ തന്നെയാണത്രേ. അക്കാലത്തൊക്കെ ഭാരതവും കാംബോജവും തമ്മിൽ വലിയ തോതിൽ സാംസ്കാരിക വിനിമയമുണ്ടായിരുന്നു. ശില്പികളും കലാകാരന്മാരുമെല്ലാം ഇരു രാജ്യങ്ങളിലേക്കും പരസ്പരം സഞ്ചരിച്ചു. ഇന്ത്യൻ വാസ്തുകലയുടെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും എല്ലാം സ്വാധീനം ഈ രാജ്യത്ത് പ്രകടമാണ്. എയർപോർട്ടിലേക്കുള്ള റോഡാണിത്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. വേനൽക്കാലമായതുകൊണ്ട് കൃഷി ഇപ്പോൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ നെല്ലും മറ്റും കൃഷി ചെയ്യുന്നതാണ്. കാളയും കാളവണ്ടിയുമൊക്കെ പാടത്ത് കാണാം. ഇതാണ് തനി നാടൻ കംബോഡിയൻ ഗ്രാമങ്ങൾ. ഈ കൃഷിയിടങ്ങളിലേക്കാണ് പോൾപോട്ട് ഒരു കാലത്ത് നഗരങ്ങളിലെ ജനങ്ങളെ ആട്ടി ഓടിച്ചിറക്കിയത്. ശാസ്ത്രജ്ഞരെയും പത്രപ്രവർത്തകരെയും അധ്യാപകരെയുമെല്ലാം കൃഷിപ്പണിക്കായി വയലുകളിലേക്ക് അയച്ചു. എത്രയോ ആയിരങ്ങൾ ഈ കൃഷിയിടങ്ങളിൽ മരിച്ചു വീണിട്ടുണ്ട്. അവരുടെയൊക്കെ അസ്ഥികൾ ഈ കൃഷിഭൂമിയിലെല്ലാം ഇപ്പോഴും ചിതറിക്കിടക്കുന്നുമുണ്ട്. ഇപ്പോഴും കൃഷിപ്പണിക്കായി നിലമുഴുമ്പോൾ തലയോട്ടിയും മനുഷ്യാസ്ഥികളും കിട്ടുന്നത് ഇവിടെ പതിവാണ്. ഒടുവിൽ ഞങ്ങൾ സിയം റീപ്പ് അങ്കോർ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കംബോഡിയൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 4 ഏഷ്യൻ രാജ്യങ്ങളിലൂടെയുള്ള യാത്രയുടെ അവസാന ഭാഗത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സംഘം തായ്ലാന്റ്, ലാവോ, വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ 12 ദിവസങ്ങൾ ചെലവിട്ട് കഴിഞ്ഞു. ഗൈഡ് ചാൻ യാത്ര പറഞ്ഞു. എല്ലാവരും ലഗേജൊക്കെ എടുത്ത് എയർപോർട്ടിനകത്തേക്ക് നടന്നു. ഇത് കംബോഡിയയ്ക്ക് ചൈന പണിതുകൊടുത്ത എയർപോർട്ടാണ്. കുറേ വർഷം ചൈനയായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇന്നാട്ടുകാർക്ക് ഇതിന്മേൽ അവകാശമൊന്നുമില്ല. അവർക്ക് എയർപോർട്ട് പണിയാൻ കാശില്ലായിരുന്നു. അതുകൊണ്ട് ചൈന പണിതു. അവർ അതിൻ്റെ ലാഭമെടുക്കും.
വരുന്ന ടൂറിസ്റ്റുകളിലൂടെ കംബോഡിയയ്ക്കും വരുമാനം കിട്ടും. നല്ലൊരു എയർപോർട്ടാണ്. മോഡേണായ പ്രൊഫഷണൽ എയർപോർട്ട്, ഗംഭീരമായ ആർക്കിടെക്ചറൽ ശൈലി. ഗേറ്റിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായ ബയോൺ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് കാണാം. വെങ്കലത്തിൽ പണിത അതിമനോഹരമായ ഒരു ശില്പമാണത്. ഞങ്ങൾ ഇന്നലെ കണ്ട ബയോൺ ക്ഷേത്രം കല്ലുകൊണ്ട് പണിതതാണെങ്കിൽ അതിൻ്റെ ഒരു ലോഹപ്പതിപ്പാണിത്. ഇതായിരുന്നു ബയോൺ ക്ഷേത്രം തകരുന്നതിനു മുൻപുള്ള അതിൻ്റെ രൂപം. അതിമനോഹരമാണത്. ആകർഷകമായ കളർ സ്കീം, നല്ല അലങ്കാരങ്ങൾ. അങ്ങനെ കാത്തുനിൽക്കെ ഞങ്ങൾക്ക് പുറപ്പെടാനുള്ള എയർ ഏഷ്യ വിമാനം എത്തിക്കഴിഞ്ഞു. അതിൽ നിന്ന് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറാം. ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയായി. ഇനി നാട്ടിലേക്ക്.